i20 2011 12 റേസറിലെ ഓട്ടോമാറ്റിക് വണ്ടി. 11 മോഡൽ വന്ന രജിസ്ട്രേഷൻ ഓട്ടോമാറ്റിക് പെട്രോൾ ഓട്ടോമാറ്റിക് 27,000 കിലോമീറ്റർ ഓട്ടോ. 27,000 അത്ര നമുക്ക് 2,60 കൊടുക്കാം. 2012 VDI 12 VDI വണ്ടിയാണ്. 2,60,000 കൊടുക്കാം. 2,40,000 ലോണും 2,80,000 കൊടുക്കാം. 11 മോഡൽ വാഗണർ ആണ്. 1,80,000 കൊടുക്കുന്നുണ്ട്. വില കുറച്ച് കൊടുക്കൂലേ? വില കുറച്ച് കൊടുക്കും. 1,60,000 കൊടുക്കാം. 1,60,000 8 മോഡൽ 22 VDI വണ്ടി കൊടുക്കാം. റീപ്ലേസ് ഇല്ലാത്ത വണ്ടി കേട്ടോ. അതെ, നല്ല വണ്ടിയില്ലേ? 2014 മോഡൽ കേട്ടോ. 3,60,000 കൊടുക്കാം. 3,60,000 അതിലെന്തെങ്കിലും കുറച്ച് കൊടുക്കും. എന്തെങ്കിലും കുറച്ച് കൊടുക്കാം. 3,04,000 3,30,000 വരെ ലോങ് വരും. ലോൺ കയറും. ഇയോണത്ര നമ്മൾ ചോദിക്കുന്നത് 1,20,000 കൊടുക്കാം. 1,20,000 ഇയോണ് കൊടുക്കത്ര മോഡൽ 2012 മോഡൽ കേട്ടോ. 12 മോഡൽ 1,20,000 കൊടുക്കാം. 1,20,000 കൊടുക്കാം. ഓഫർ വിലക്കാ നമ്മൾ ആദ്യത്തെ പറഞ്ഞ ഫുള്ള് വണ്ടികൾ കൊടുക്കണ്ടല്ലേ? വില കുറച്ച് നല്ല വണ്ടികൾ കൊടുക്കല. വില കുറച്ച് നമുക്ക് കിട്ടില്ല. 2-3 കുട്ടികൾ കൊടുക്കുക. അത്ര മതി. വലിയ ചോദ്യമൊന്നുമില്ല. ചെറിയ ലാഭം. അതിന്റെ ഇപ്പൊ 2-3 കുട്ടികൾ കൊടുക്കുക. കൊടുക്കാല്ലേ? പാർട്ടിക്ക് നമുക്ക് കൊടുക്കാം. നമ്മളെ ലൊക്കേഷൻ പറഞ്ഞാണ്. മലപ്പുറത്ത് വരുമ്പോ നേരെ പെരിന്തമണ്ണ റോഡിൽ വോൾസ്വാഗൺ ഷോറൂം അടിച്ചാൽ അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് നമ്മളെ ഷോപ്പ്. നമ്മളെ മൊബൈൽ നമ്പർ വാട്സാപ്പിൽ എപ്പോഴും മെസ്സേജ് നമ്മൾ എടുക്കും. രണ്ട് നമ്പർ വിളിച്ചോട്ടെ. 3 നമ്പർ ഉണ്ടാവും. വിളിച്ചിട്ട് കിട്ടണില്ലെങ്കിൽ വാട്സാപ്പിൽ മെസ്സേജ് 3 നമ്പർ നമ്മൾ കൊടുക്കണം. 3 നമ്പറിൽ വിളിച്ചാൽ കിട്ടും. വിളിച്ചാൽ മതി. പ്രാവശ്യം 3 നമ്പർ ഉണ്ട്. 3 നമ്പർ അടിച്ചു വിളിച്ചാൽ കൊടുക്കാം. നമ്മളെ ലൊക്കേഷൻ പറഞ്ഞ മലപ്പുറം ജില്ലയിൽ മലപ്പുറത്ത് നേരെ പെരിന്തമണ്ണ റോഡിൽ വരുമ്പോ നമ്മള് വോൾസ്വാഗൺ ഷോറൂം അടിച്ചാൽ നേരെ ഓപ്പോസിറ്റ് നമ്മുടെ ഷോപ്പ് വരുന്നത്. കാർ സ്പോട്ട് ആണ്. കുറെ നമ്പർ നമ്മൾ വിളിക്കാൻ കിട്ടാത്തതുകൊണ്ട് എടുക്കാൻ പറ്റില്ല. അവിടെ നമ്പർ ഒന്നുകൂടി കൂട്ടിയത്. മൊബൈൽ നമ്പറിൽ അടിച്ചാൽ മതി. അപ്പൊ അതിൽ വാട്സാപ്പിൽ ഫോട്ടോസോ കാര്യങ്ങളൊക്കെ നമുക്ക് അയച്ചു കൊടുക്കാം. ഗൂഗിൾ അടിച്ചാൽ കിട്ടും. വിളിച്ചാൽ ലൊക്കേഷൻ വിട്ടു കൊടുക്കും. അതെ. എത്ര മുതൽ സ്റ്റാർട്ടിംഗ് വരെ ഉണ്ട് ഇവിടെ? നമുക്കിപ്പോ ഒരു 90 റുപ്യ 100 റുപ്യന്റെ ഉള്ളില് 60-70 സ്റ്റാർട്ടിംഗ് ഉണ്ട്. 10-60,000 മുതൽ വണ്ടികൾ സ്റ്റാർട്ടിംഗ് ഉണ്ട്. വണ്ടി നമ്മൾ കൊടുക്കുന്ന വണ്ടി ക്വാളിറ്റി കാരം. ഷോറൂമിലോ വാട്സാപ്പിലോ എവിടെ കൊണ്ട് ചെക്ക് ചെയ്യാൻ കാര്യങ്ങൾ നമ്മൾ ചെയ്ത് കൊടുക്കും. പാച്ച് വർക്ക് കാര്യങ്ങളുടെ വണ്ടി നമ്മൾ ഷോറൂമിൽ കൊടുക്കൂല. മേജർ ആക്സിഡന്റ് ഫ്ലഡോ അത് കൊടുക്കുന്ന വണ്ടി നമ്മൾ അൽഹംദുലില്ലാഹ് റാഹത്തിൽ കൊടുക്കുള്ളൂ. പിന്നെ നമുക്ക് കൊണ്ടിരിക്കണം. ഇപ്പൊ നമ്മളെ കുട്ടികളെയും നമ്മളെയും പിരാഗിരി കാര്യമല്ലോ. നല്ല വണ്ടി നല്ല വണ്ടി നല്ല കൈ കൊടുക്കും. മേജർ ആക്സിഡന്റ് ഫ്ലഡും ഗ്യാരണ്ടി. അതെ അതെ. അപ്പൊ നേരെ വീഡിയോയിലൊക്കെ പോകാല്ലേ? നല്ല കുഴപ്പമൊക്കെ. നമ്മളെ ആദ്യത്തെ വണ്ടി നല്ല അടിപൊളി സ്വിഫ്റ്റ് ആദ്യത്തെ വീഡിയോയിലല്ലേ? കിടന്ന വണ്ടി എറണാകുളം രജിസ്ട്രേഷൻ സ്വിഫ്റ്റ്. എങ്ങനെ മോഡലുണ്ട്? 2012 മോഡൽ VDI. 12 മോഡൽ VDI വണ്ടിയാണ്. മേജർ ആക്സിഡന്റ് കാര്യങ്ങളൊന്നും വന്നില്ല കേട്ടോ. നല്ല വണ്ടിയാണ്. ഒരു പരിപാടിയില്ല. അതും ഗ്യാരണ്ടി കൊടുക്കാൻ പറ്റിയ സ്വിഫ്റ്റ് ആണ്. ഈ കിടക്കുന്ന പോലെ നല്ല വൃത്തിയില്ല വണ്ടി. വൃത്തിയുള്ള ചെറുക്കുള്ള വണ്ടി. ടയർ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. ടയർ ഫ്രണ്ടിൽ 2 പുതിയ ടയറാണ്. ബാക്കിലൊരു 50% ടയർ ഉണ്ട്. ടയർ കാര്യങ്ങൾ അതും ഉണ്ട്. നല്ല വൃത്തിയുണ്ട്. മേജർ ആക്സിഡന്റ് കാര്യങ്ങളൊന്നും വന്നില്ല കേട്ടോ. ഒരു പരിപാടിയില്ല. VDI ആണല്ലേ? നല്ല അടിപൊളി വണ്ടി. എത്ര ഓടിക്കുണ്ട് ഇത്? ഓടിക്കുണ്ട് 1.12. 1.12. ഓണർഷിപ്പ് 3 നിൽക്കുന്നുണ്ട് കേട്ടോ. നിലവിലുള്ള റീപ്ലേസ് ഉണ്ടോ? റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ഒരു മാഞ്ഞാള പരിപാടി. റീപ്ലേസ്മെന്റ് മേജർ ആക്സിഡന്റ് കാര്യങ്ങളൊന്നും വന്നില്ല കേട്ടോ. ഒന്നും ചെല്ലടാ. ഗ്യാരണ്ടി കൊടുക്കാൻ പറ്റുമോ? ഗ്യാരണ്ടി കൊടുക്കാൻ പറ്റും. നല്ല വണ്ടി. എത്ര വണ്ടിക്ക് നമ്മൾ ചോദിക്കണ്ടേ? ഇത് നമുക്ക് 2.60 കൊടുക്കാം. 2012 VDI. 12 VDI വണ്ടിയാണ്. 2,60,000 കൊടുക്കാം. 2,40,000 ലോണും കയറും. 20,000 മുടക്കില്ല. അടിപൊളി ഡീസൽ വണ്ടി. AC കാരണം ഓരോരുത്തരും 3-3.5 ചോദിക്കുന്ന വണ്ടിയാണ്. 2.60 കൊടുക്കണ്ടല്ലേ? നമുക്ക് ചെറിയ ലാഭം മതി. വേഗം കച്ചവടല്ലേ? ആൾക്കാർ വന്നോളല്ലേ? മാക്സിമം ലോണ്. അതേ മാർഗം ഒരു ഇത്യാസം ഉണ്ടല്ലോ. 2014 മോഡൽ നമ്പറായ വണ്ടിട്ടാ. 14 മോളില് കേരള നമ്പറായ വണ്ടി. തിരൂരാണല്ലേ? 85-44 നമ്പറുണ്ട്. GD SP ഉണ്ടോ? GD മാത്രമേ ഉള്ളൂ. നല്ല അടിപൊളി വണ്ടിയില്ല. അടിപൊളി ഉണ്ട്. കിലോമീറ്റർ കാര്യങ്ങളൊക്കെ കിലോമീറ്റർ 1.60 ഓടിക്കും കേട്ടോ. ആ ലെവലിലാണ് മീറ്റർ കാണുന്നുണ്ട്. അതെ, അതപ്പോ പറയുള്ളൂ. നല്ല ക്ലീൻ വണ്ടിയാണ്. ക്ലീൻ പീസ് വണ്ടിയാണ്. ഓണർഷിപ്പ് എത്രയായിരുന്നു? ഓണർഷിപ്പ് സെക്കൻഡ്. കിലോമീറ്റർ ജെനുവിൻ ആട്ടോ. ജെനുവിൻ കിലോമീറ്റർ ആണ്. ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ ഉണ്ടോ? ഒക്കെ ഉണ്ട്. ധൈര്യമായിട്ട് എടുത്തോട്ടെ. വണ്ടി ഹിസ്റ്ററി എടുത്തോട്ടെ. ഹിസ്റ്ററി എടുത്ത് വന്നാൽ മതി. അതാ ഗ്യാരണ്ടി കൊടുക്കണ്ടില്ല. അങ്ങനെയാണെങ്കിൽ ഇത്യോസിന് നമ്മൾ എത്ര? 2014 മോഡൽ കേട്ടോ. 3,60,000 കൊടുക്കാം. 360. അതിലെന്തെങ്കിലും കുറച്ച് കൊടുക്കും. എന്തെങ്കിലും കുറച്ച് കൊടുക്കാം. 3,00,000 3.40 ലോങ് വരും. ലോൺ കയറും. എന്താണ് 10-40 മുടക്കിലൊക്കെ വണ്ടി ഇറങ്ങൂല. നല്ല ക്ലീൻ വണ്ടി കേട്ടോ. ക്ലീൻ പീസ് വണ്ടിയില്ലേ? അതും ഗ്യാരണ്ടി കൊടുക്കാം. ഇഷ്ടമല്ല വണ്ടിയില്ലേ? വണ്ടി
അതേമാതിരി തന്നെ സ്വിഫ്റ്റ് ആണല്ലോ. സ്വിഫ്റ്റ് 2018 VDI 18 മോഡല് VDI സെക്കൻഡ് ഓണർഷിപ്പ് 1,42,000 കിലോമീറ്റർ ഓട്ടം ഓടിയുണ്ട്. അതെ, ഹിസ്റ്ററി ഉണ്ടാവും. മേജർ ആക്സിഡന്റ് കാര്യങ്ങളൊന്നും വരാത്ത വണ്ടിട്ടോ, നല്ല നീറ്റ് വണ്ടി, ഒരു പരിപാടിയില്ല. ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ ഉള്ളതുണ്ടല്ലേ. ഇതൊക്കെ ഇപ്പൊ നമുക്ക് വില കുറച്ച് കൊടുക്കാം. ഇതൊക്കെ ഇപ്പൊ വലിയ വിലക്ക് 6 റുപ്യ 5.25 റുപ്യ ചോദിച്ചു ഉച്ച വണ്ടിയിലും 5.30 കൊടുക്കാം നമുക്ക്. 5,30,000 നമുക്ക് സ്വിഫ്റ്റ് ലോൺ കയറ്റി കൊടുക്കാം. ഫുൾ ലോണാ? ഫുൾ ലോൺ കയറും. ഫുൾ ലോൺ കയറുന്നുണ്ടല്ലേ. 2018 VDI ട്ടോ. അത്യാവശ്യം നല്ല വണ്ടിയിലാ. 18 മോഡൽ VDI ഡീസൽ വണ്ടി, മൈലേജ് ഉണ്ട്. ഷോറൂമിൽ വണ്ടിയില്ലേ നമ്മുടെ ഡീസൽ വണ്ടി കിട്ടാമല്ലോ. അതാണ്ട് എത്ര ആയിക്കുന്നത്? 5.30 കൊടുക്കാം നമുക്ക്. 5,30,000 സ്വിഫ്റ്റ് കൊടുക്കാം. ഫുൾ ലോൺ 5.30 ലോണും കയറും. പൈസ മുടക്കം വേണ്ടല്ലേ? മുടക്കണ്ട. കേരളം ഡെലിവറി എടുക്കുമോ? കേരളം കൊടുക്കാം, ധൈര്യമായിട്ട് കൊടുക്കാം. കുഴപ്പം ചെയ്യാം. അതേമാതിരി i20 ഫ്ലൂഡിക്കാണല്ലോ. i20 2011-12 റേസറിലെ ഓട്ടോമാറ്റിക് വണ്ടി. 11 മോഡൽ വന്ന രജിസ്ട്രേഷൻ ഓട്ടോമാറ്റിക്കോ? ഓട്ടോമാറ്റിക്. പെട്രോൾ ഓട്ടോമാറ്റിക്? പെട്രോൾ ഓട്ടോമാറ്റിക്. 27,000 കിലോമീറ്റർ ഓട്ടോ. 27,000 അത്ര വലിയുള്ളൂ. ലോ കിലോമീറ്റർ ഓട്ടോമാറ്റിക് വണ്ടി. ഫുൾ ഓപ്ഷൻ വണ്ടി. ഫുൾ ഓപ്ഷൻ വണ്ടി. അടിപൊളി അലവിയില് ടയറ് കാര്യങ്ങള് കമ്പനി വണ്ടിയാണ്. ഫുൾ ഓപ്ഷൻ. ഫുൾ ഓപ്ഷൻ വണ്ടി. ടയർ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. ഒക്കെ ഉണ്ട്. ടയർ 4 പുതിയ ടയറാ. ലോ കിലോമീറ്റർ ഓടി വണ്ടി. ഇത് നമ്മൾ 2.40 കൊടുക്കാം നമുക്ക്. 2,40,000 സ്ക്രീന് കാര്യങ്ങളൊക്കെ ചെയ്ത വണ്ടി കൊടുക്കാം. അതും സീറ്റ് കാര്യങ്ങള് എല്ലാം ഉണ്ടല്ലോ. ക്ലീൻ വണ്ടിയാണ്. വണ്ടി കസ്റ്റമർ നോക്കിക്കോട്ടെ, ചെക്ക് ചെയ്തോട്ടെ. ഗ്യാരണ്ടി പറയുന്നുണ്ട്. എന്തിനും കുറച്ച് കൊടുക്കാം പോലും കസ്റ്റമർ കുറച്ച് കൊടുക്കാം. ഓട്ടോമാറ്റിക് വണ്ടി കമ്പക്കാരുണ്ടെങ്കിൽ അത് ലോ കിലോമീറ്റർ ആണ്. സിംഗിൾ ഓണർഷിപ്പില്. അതെ, സിംഗിൾ ഓണർഷിപ്പ് 3 ആണ് നിലവിലുള്ളല്ലേ. ഗ്യാരണ്ടി കൊടുക്കും. ഗ്യാരണ്ടി കൊടുക്കാം. ലോൺ മാക്സിമം എത്ര വരും? ലോൺ ഒരു 1.25 റുപ്യ 1.5 റുപ്യ ഒക്കെ കയറുള്ളൂ. ലോൺ കയറുള്ളൂ. ആൾക്കാർ വന്നോട്ടെ, ബാക്കി നമ്മൾ ചെയ്ത് കമ്മിയാക്കി കൊടുക്കാം. വന്നോട്ടെ, വന്നാ ക്ലിയർ ആയി കൊടുക്കൂലേ? കമ്മിയാക്കി കൊടുക്കാം നമുക്ക്. അല്ലാത്ത ഓട്ടോയിൽ എത്ര മൈലേജ് കിട്ടും? മൈലേജ് കുറവേ കാരണം. മൈലേജ് ഒരു 12, 10, 12 ആ ലെവലിലേ കിട്ടുള്ളൂ. മൈലേജ് ഓട്ടോമാറ്റിക് കിട്ടുന്നുണ്ട്. ഓട്ടോമാറ്റിക് കിട്ടുള്ളൂ. അതേമാതിരി വേഗണറാണല്ലോ. വേഗണർ 2016 ഓട്ടോമാറ്റിക്. 16 ഓട്ടോമാറ്റിക്കോ? എല്ലാം ഓട്ടോമാറ്റിക് ആണ്. എല്ലാം ഓട്ടോമാറ്റിക്. നല്ല ക്ലീൻ വണ്ടി. VXI ഓട്ടോമാറ്റിക് വരുന്നുണ്ട്. VXI ആണ്, ഓട്ടോമാറ്റിക് ആണ്. സെക്കൻഡ് ഓണർ ആണ് നിലവിലുള്ളല്ലേ. 1 സംതിങ് ഓടിയിട്ടുള്ളൂ കേട്ടോ. 1 കറക്റ്റ് നോക്കിയില്ല. 1.20, 1.30 ആ ലെവലിലാണ്. 1ന്റെ അടുത്ത് ഓടിയിട്ടുള്ളൂ. നിലവിൽ ഓടിയുണ്ട്. നല്ല ക്ലീൻ വണ്ടി. ഇന്റീരിയർ ഒക്കെ നല്ല തട്ടുമുട്ട് കാര്യങ്ങളും അടിപൊളി സീറ്റ് കാര്യങ്ങളൊക്കെ ചെയ്തോണ്ടില്ലേ. എടുക്കുന്നവർ പണിയെടുക്കാം. എണ്ണ അടിച്ച് ഓടിയാ 2016 മോഡൽ. 16 ലാസ്റ്റ് വണ്ടി. 16 ലാസ്റ്റ് ആണല്ലേ. അതെ. ഇത് നമുക്ക് 3.45 കൊടുക്കാം. 3,40,000 2016 ഓട്ടോമാറ്റിക്. ഏകദേശം ഒരു 3 ലക്ഷം രൂപ ലോണും കയറും. 3 ലക്ഷം ലോണും കയറും. ലോണും കയറും. ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കാല്ലേ. എന്തിനും കമ്മിയായിട്ട് കൊടുക്കുക. കസ്റ്റമർ വന്നിട്ട് ആൾക്കാർ വന്നോണ്ടല്ലേ. എന്തായാലും ചെക്ക് ചെയ്തിട്ട് വാട്സാപ്പിലൊക്കെ കയറ്റി ചെക്ക് ചെയ്തിട്ടൊക്കെ എടുത്തിട്ട് എടുത്താൽ മതി. 40,000 മുടക്കില് നല്ല അടിപൊളി ഓട്ടോമാറ്റിക് വാഹനം ഇറക്കാം. 10-15 മൈലേജും കിട്ടും. കിട്ടും. അതേമാതിരി തന്നെ സ്വിഫ്റ്റ് ഡിസയർ ആണല്ലോ. 2014 മോഡൽ ZXi സ്വിഫ്റ്റ് ഡിസയർ ആണ്. അലവിലൊക്കെ കമ്പനി സിംഗിൾ ഓണർ കേട്ടോ. സിംഗിൾ ഓണർ വണ്ടി. സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. ZXi ഏറ്റവും ഫുൾ ഓപ്ഷൻ വണ്ടി. ഒരു റീപ്ലേസോ കാര്യങ്ങളൊന്നും വരാത്ത വണ്ടി കേട്ടോ. ഒരു പരിപാടി ഇല്ലാത്ത അടിപൊളി വണ്ടി. ഒരു ബോഡി ടച്ചിങ് വരെ എല്ലാം കയറാത്ത വണ്ടിയാണ്. ടയറ് കാര്യങ്ങള് ടയർ 4 പുതിയ ടയറാണ്. ആൾക്കാർ വന്നാൽ തെറ്റിപ്പോരാ. ഏറ്റവും ഫുൾ ഓപ്ഷൻ വണ്ടി. അത്രയും ക്വാളിറ്റി കൊടുക്കാം. ക്വാളിറ്റി കൊടുക്കാം. നല്ല ക്ലീൻ പീസ് വണ്ടിയാണ്. ഇന്റീരിയർ കാണിച്ചു കൊടുത്താളി. ഇന്റീരിയർ കാര്യങ്ങള് ഇന്റീരിയർ നമ്മളെ വണ്ടി ഒറ്റതിന് മോശമില്ല. ഇല്ലല്ലേ. കൊണ്ടുപോയി നല്ല ക്വാളിറ്റി കൊടുത്താലേ. പിന്നെ ആൾക്കാരെ പിരാക്കരുല്ലോ. ഷോറൂം നടക്കുന്ന അതേ കണ്ടീഷനിൽ നമ്മളിന്ന് വണ്ടി കൊണ്ടുപോകാം. അതെ, കടന്നുറക്കാൻ സുഖം ഉണ്ടാവും. അതാണ് നല്ലത് കൊടുത്ത അങ്ങനെ. അതെ, ഈ പേട്ടത്തേ കൊടുക്കുന്ന മാതിരി കൊടുത്താൽ കിട്ടൂല. എത്ര ആയിക്കണ്ടേ? ഇത് നമുക്ക് ഒരു 3.35 കൊടുക്കാം. 3.35 കൊടുക്കാം. അതിൽ കുറച്ച് കൊടുക്കാം. 2014 ZXi കേട്ടോ. ZXi ആണ്. വണ്ടി അത്യാവശ്യം കുഴപ്പമില്ല. 3.35 നമുക്ക് ലാസ്റ്റ് കൊടുക്കാം. ലോൺ എത്ര കയറും? ലോണിന് 3 റുപ്യ 3.10 കയറും. മാക്സിമം ലോൺ കയറും. ചെറിയ മുടക്കിൽ വണ്ടി ഇറക്കാം. റീപ്ലേസ് ഉണ്ടെങ്കിൽ ഓരോ വണ്ടി കൊണ്ടുപോകണം. നമ്മൾ പട്ടിക്കൂല കൊടുക്കും. വന്ന കാര്യം കൊടുക്കില്ല. അതാ കാര്യം പറയുന്നില്ല. അതേമാതിരി വീണ്ടും വേഗണറാണല്ലോ. 2011 മോഡല് LXi കേട്ടോ. 11 LXi കോഫി കളർ. റീപ്ലേസ് കാര്യങ്ങളൊന്നും വന്നില്ല. ഒരു ഗ്ലാസ് പോലും മാറിയില്ല. നല്ല വണ്ടിയാണ്. മാറിയില്ല. അത് ഗ്യാരണ്ടി കൊടുക്കാം. ഇതൊക്കെ നമ്മള് 2 റുപ്യ വെച്ച് ഉക്കുന്ന വണ്ടിയായിരുന്നു. ഇത് നമുക്കൊരു 1 MB കൊടുക്കാം. അത്ര മതില്ലേ? 1,80,000 റുപ്യക്ക് 2011 മോഡൽ കേട്ടോ. എവിടുന്ന ഈ വിലക്ക് കിട്ടില്ല? കേരളത്തിൽ കൊടുക്കില്ല. ആ വിലക്ക് നമ്മൾ കൊടുക്കും.
11 മോളിൽ 1,80,000 ഒന്ന് പോളിഷ് ഒക്കെ ചെയ്തിട്ടാണ് കൊടുക്കുക. ഇനി പോളിഷ് ചെയ്യോ? പോളിഷ് നമ്മൾ ചെയ്തിട്ടില്ല. അത് ചെയ്യാൻ തന്നെ ഇത്ര ചൊറുക്കുണ്ട്, ചെയ്ത് അതിലാറ് ചൊറുക്കാവും. സീറ്റ് കാര്യങ്ങളൊക്കെ ഉഷാറാണല്ലേ. ഒരു ഡ്രൈവർ സീറ്റ് മാത്രം ചെറുതായിട്ട് ഒരു ഇതുണ്ട്, അതൊക്കെ നമ്മൾ ക്ലിയർ ആയി കൊടുക്കും. ക്ലിയർ ആക്കിയാണ് കൊടുക്കുക. ആൾക്കാർ പറ്റേ മാക്സിമം 1,80,000 കൊടുക്കാം. 11 മോളിൽ വാഗണറാണ് 1,80,000 കൊടുക്കുന്നുണ്ട്. വില കുറച്ച് കൊടുക്കൂലേ? വില കുറച്ച് കൊടുക്കും. ലോൺ കയറുമ്പോ ലോൺ അങ്ങനെ 1,50,000 വരും. കയറും. 30,000 മുടക്കില് ഏതാ പെട്രോൾ മാത്രം മൈലേജ് കിട്ടും? ഒരു 17-18 ആ ലെവലില് മൈലേജും കിട്ടും. എന്നാ അതേ മാർക്കിന് സ്വിഫ്റ്റ് ആണല്ലോ. സ്വിഫ്റ്റ് 2008 മോഡല് മലപ്പുറം വണ്ടി കേട്ടോ. 8 മോഡല് മലപ്പുറം വണ്ടി കേൽപ്പത്ത് ഒറിജിനൽ മലപ്പുറം വണ്ടി. ക്രീം പീസ് വണ്ടി 2008 അതിന്റെ ക്വാളിറ്റിയിലെ വണ്ടി. ക്വാളിറ്റി വണ്ടി. ഒരു റീപ്ലേസ് ഒന്നുമില്ല കേട്ടോ. ഒന്നുമില്ല. എത്ര പേപ്പർ ഉണ്ട്? നല്ല ക്രീം പീസ് വണ്ടി. 28 പേപ്പർ ഉണ്ടോ? 28 പേപ്പർ ഉണ്ട്. അപ്പൊ അതിനേശം ഓക്കെ ആവില്ലേ? ഡോറൊക്കെ ഉണ്ടല്ലോ, ഒന്ന് കഴിച്ചിട്ടും കൂടി അത്രയും ക്രീം വണ്ടി. അതെ, കമ്പനി സീറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലേ. വീഡിയോ വണ്ടിയാണ്. സാധാരണക്കാര് ചെറിയ ആൾക്കാർക്കൊക്കെ ഡീസൽ വണ്ടിക്ക് പറ്റില്ല. കൊണ്ടേക്കാണ്ട് പണിയെടുക്കാനോ കാര്യങ്ങളൊന്നും കേട്ടോ. ഉറുപ്പേരെ പണിയെടുക്കാനില്ല. ഉറുപ്പേരെ പണിയില്ല. എണ്ണടിച്ച് ഓടിയാൽ മതി. എണ്ണടിച്ചാൽ മതി. ഒരു വീൽ കപ്പിന്റെ ഇവിടെ ഉണ്ട്, അത് അവിടെ നിന്ന് കൊടുക്കാൻ. വീൽ കപ്പ് കുടുക്കിയിട്ടാണ് കൊടുക്കും. അത് വീൽ കപ്പ് ഒന്ന് പോകുന്നതാണ്. അത് നമുക്ക് കുടുക്കി കൊടുക്കാം. എന്നാ എത്ര വേണം? 22 പേപ്പറില് 1,60,000 കൊടുക്കാം. 1,60,000 8 മോൾ 22 വീഡിയോ വണ്ടി കൊടുക്കാം. റീപ്ലേസ് ഇല്ലാത്ത വണ്ടി കേട്ടോ. അതെ, നല്ല വണ്ടിയില്ലേ? നല്ല വണ്ടി. ലോണ് കയറോ? ലോണ് 8 കയറില്ല. കയറൂല. സെറ്റിലോണേ കയറുള്ളൂ. സെറ്റിൽ നമ്മൾ ചെയ്യില്ല. ഞാൻ ആർക്കും ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്ത് കൊടുക്കാം. കുഴപ്പമില്ലല്ലേ? ആൾക്കാർ വന്നോട്ടെ. എന്നാ അതേ മാർക്കിന് ഇയോണാണല്ലോ. 2012 മോഡൽ AC പവർ സ്റ്റാറിംഗ് 2 ഡോർ പവർ വിൻഡോ എന്നെ ഇയോൺ കേട്ടോ. 2 ഡോർ വിൻഡോ. അപ്പൊ മേഘനല്ല, ഇത് ഡിലൈറ്റ് പ്ലസ് ആണ്. പക്ഷെ പവർ വിൻഡോ നമ്മൾ ചെയ്തിട്ടുണ്ട്. ചെയ്താണല്ലേ? ഡിലൈറ്റ് പ്ലസ് മേഘന എയറാ പ്ലസും ഡിലൈറ്റ് ഒക്കെ ആണെങ്കിൽ ചെറിയ പവർ വിൻഡോന്റെ മാറ്റമുള്ളൂ. വരുള്ളൂ. അത് നമ്മൾ ചെയ്തിട്ടുണ്ട്. 2012 നല്ല ക്രീം പീസ് വണ്ടി. ഒരു റീപ്ലേസ് കേട്ടോ. ഒരു പരിപാടി ഇല്ലല്ലേ? ഇതൊക്കെ നമ്മൾ ചെറിയ കായ് കൊടുക്കണം. അൾട്ടോന്റെ കായ് കൊടുക്കുകയാണ്. അൾട്ടോന്റെ കായ്ക്ക് ഇയാൻ കൊടുക്കും. നല്ല സീറ്റുകൾ കാര്യങ്ങളൊക്കെ ഇന്ത്യയിലൊക്കെ നമ്മളൊക്കെ ചെയ്ത വണ്ടി കേട്ടോ. എല്ലാം ഉഷാറാക്കിയാണല്ലേ? നല്ല ക്ലീൻ പീസ് വണ്ടി. എടുക്കുന്ന ഒരു പേടിയും പഠിച്ചു. ധൈര്യമായിട്ട് കൊണ്ടുപോകാം. എണ്ണടിച്ച് ഓടിയാൽ മതി. എണ്ണടിച്ച് ഓടിയാൽ മതി. മൈലേജ് കൊണ്ടു ടയർ വാങ്ങും കാലങ്ങളൊക്കെ കയറാണ്. എല്ലാം ഉണ്ട്. അടിപൊളി ഉണ്ടല്ലേ? നമുക്ക് ഇയോണത്ര നമ്മൾ ചോദിക്കുന്നത് 1,20,000 കൊടുക്കാം. 1,20,000 ഇയോണ് കൊടുക്കത്ര മോളെ? 2012 മോഡൽ കേട്ടോ. 12 മോള് 1,20,000 കൊടുക്കാം. 1,20,000 കൊടുക്കാം. 2 ഡോർ വിൻഡോ 1,10,000 ലോൺ കയറും. 1,10,000 ലോൺ കയറും. വെറും 10,000 ഫുൾ ഗ്യാരണ്ടി വണ്ടി. ഫുൾ ഗ്യാരണ്ടി വണ്ടി. റീപ്ലേസിന്റെ എപ്പോഴും കൊണ്ടോണ്ടാ. അതാ ഗ്യാരണ്ടി. അതെ. നമുക്ക് ചിലപ്പോ പഴയ വണ്ടികളല്ല, ചിലപ്പോ എന്തെങ്കിലും ചെറുതായിട്ടൊക്കെ വരികയാണെങ്കിൽ മേജർ ഒന്നും ഉണ്ടാവില്ല. ഒരു പരിപാടി ഇല്ല. ആൾക്കാർ വന്നോണ്ടല്ലേ? അടുത്ത വണ്ടി വീണ്ടും ഒരു ടയോട്ട സഡാൻ വണ്ടിയില്ല. ഇറ്റിയോസ് 2012 ലാസ്റ്റ് വണ്ടി കേട്ടോ. 12 ലാസ്റ്റ്. കേരളത്തിൽ നമ്പർ ഏതാണ്? നമ്പർ ആയത് വണ്ടി. നമ്പർ വണ്ടി. ഇന്ത്യയിലൊക്കെ നമ്മള് എങ്ങനെ ഒരു 15-30 കൊടുത്ത് നമ്മൾ ഫുള്ള് സീറ്റ് വർക്ക് കാര്യങ്ങളൊക്കെ ചെയ്ത വണ്ടി കേട്ടോ. 30,000 കൊടുത്തുണ്ടോ? സീറ്റ് വർക്ക് നോക്കങ്ങള് അല്ല അടിപൊളിയായിട്ട് 9,500 നമ്മൾ സീറ്റ് വർക്ക് ചെയ്ത. പിന്നെ ആൻഡ്രോയിഡ് സെറ്റ്, റിവേഴ്സ് ക്യാമറ എല്ലാ സെറ്റപ്പും ചെയ്ത് കൊടുക്കും കേട്ടോ. ഫുള്ള് ചെയ്ത് ക്ലിയർ ആക്കിയിട്ട് വണ്ടി കൊടുക്കുള്ളൂ. റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. മാറിയില്ല. ഇന്ത്യയിലെ ഉഷാറാണ്. ഇന്ത്യയിലൊക്കെ നമ്മള് ഇന്ത്യയിലെ ഫുള്ള് സ്ക്രീന് റിവേഴ്സ് ക്യാമറ എല്ലാം ചെയ്തു. റിവേഴ്സ് ക്യാമറ ഉണ്ട്. ഒരു റീപ്ലേസ് ആൾക്കാർ വന്നേക്കോട്ടെ. സ്റ്റാർട്ടിങ് കാര്യങ്ങളൊക്കെ നോക്കിക്കോട്ടെ. എവിടെ കൊണ്ട് വർക്ക്ഷോപ്പ് നാളെ കൊണ്ട് ചെക്ക് ചെയ്തിട്ട് നോക്കിയാൽ മതി. ഫ്ലാറ്റിന്റെ മോളിൽ ചെയ്താണ് നമ്മള്. എത്ര വണ്ടി നമ്മൾ ചോദിക്കണ്ട്? നമുക്കൊന്ന് 3 റുപ്യ കൊടുക്കാം. 3 ലക്ഷം റുപ്യക്ക് നല്ല അടിപൊളി ടയോട്ടയുടെ സഡാൻ വണ്ടി കൊടുക്കാം. അതിന് കുറച്ച് കൊടുക്കാം. അതിന് കുറച്ച് കൊടുക്കാം നമുക്ക്. ലോൺ എത്ര കയറും? ലോൺ ഒരു 2 റുപ്യ എങ്ങനെ കയറും. എന്തായാലും 10,000 മുടക്കില് സഡാൻ വണ്ടി ഇറക്കാതെ കിണ്ണങ്ങാച്ച വണ്ടിയില്ല. വണ്ടി ഗ്യാരണ്ടി കൊടുക്കും. അതേമാതിരി ടറാന ഉണ്ടല്ലോ. ടറാന 2014 മോഡല്. നിസാൻ ടറാന 2014 മോഡല് കേരള വണ്ടി കേട്ടോ. ഒറിജിനൽ കേരള. 1.5 ലക്ഷം കിലോമീറ്റർ ഓടിക്കണം. കറക്റ്റ് സർവീസും ഉണ്ട്. ഹിസ്റ്ററില്ല വണ്ടി. ഇതേതാ ഇഞ്ചൻ? ഏത്? ഇതേതാ? 110 ആണ്. 110 ആണല്ലേ? 110 അല്ലേ? 85 ആണ്. 110 നമുക്ക് മൈലേജ് ഉണ്ടാവില്ലല്ലോ. മൈലേജ് കമ്മിയാണ്. ഇത് 110 ആണ്. കിലോമീറ്റർ കാര്യങ്ങളൊക്കെ കിലോമീറ്റർ 1.5 ഓടിക്കുണ്ടോ. 1.5 ലക്ഷം. 1.5 ലക്ഷം. ഓണർഷിപ്പ് എത്ര? XL ആണ്. ഓണർഷിപ്പ് സെക്കൻഡ് ആണ് നിലവിലുള്ളത്. സെക്കൻഡ്. റീപ്ലേസ് ഉണ്ടോ? റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ല കേട്ടോ. ഒരു പരിപാടി ഇല്ലല്ലേ?
ധൈര്യമായിട്ട് പറഞ്ഞു ഉണ്ടോ നമ്മൾ ചെക്ക് ചെയ്യണം. മെയിൻ ക്ലാസ് ഞാൻ നോക്കിയിട്ടില്ല, നോക്കണം. മെയിൻ ക്ലാസ് മേജർ ആക്സിഡന്റ് കാര്യങ്ങളൊന്നും വന്നില്ല. മെയിൻ ക്ലാസ് മാറിയപ്പോൾ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കിയില്ല. നോക്കിയിട്ട് പറഞ്ഞു എന്തെങ്കിലും ക്ലാസ് മാറ്റത്തിലുണ്ടാവുള്ളൂ. മെയിൻ ക്ലാസ് റീപ്ലേസ് ഉണ്ട്. ഈ മെയിൻ ക്ലാസ് മാത്രം മാറിയിട്ടുള്ളൂ. മേജർ ആക്സിഡന്റ് നമ്മൾ ഗ്യാരണ്ടിയാണ്. ഓല് വന്നിട്ടുണ്ടെങ്കിൽ മേജർ ആക്സിഡന്റ് നമ്മൾ കായ് റിട്ടേൺ കൊടുക്കും. വന്ന കായ് കൊടുക്കും. അത്രയും ഗ്യാരണ്ടിയാണ്. ഗ്ലാസ് മാറി നമ്മൾ പറയാതെ കൊടുക്കാൻ പറ്റില്ല. എത്ര വയ്ക്കുണ്ട് ഇത്? നമുക്ക് 310 കൊടുക്കാം. 310 കൊടുക്കാം. 310 2014 മോഡല്. 14 തെറിച്ചിങ്ങനെ നടക്കുമോ? അത് എന്തിനൊക്കെ ചെയ്ത് കൊടുക്കാം. ആൾക്കാരെ പറ്റില്ലേ? 14 മോഡല് 3,10,000 നിസാൻ ടെറാനോ കൊടുക്കണ്ടില്ല. ലോൺ മാക്സിമം ലോൺ അല്ലേ? മാക്സിമം ലോൺ ഒരു 10,000 രൂപ ഇറങ്ങും. എന്തായാലും ഇറങ്ങും. എന്നാ അതേമാതിരി അടിപൊളി സ്വിഫ്റ്റ് ആയാലോ? സ്വിഫ്റ്റ് 2010 ആണല്ലേ? ഡിസയർ 2010 VDI 10 മോഡല് സ്വിഫ്റ്റ് ഡിസയർ VDI വണ്ടാണ്. അടിപൊളി അലവി കാര്യങ്ങളൊക്കെ ചെയ്ത് എല്ലാം ചെയ്തോണ്ടില്ല. 10 വർഷമായിട്ട് ഒരാൾ യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. 10 വർഷമായിട്ടോ? 10 വർഷമായിട്ട്. 5 കൊല്ലത്തെ പേപ്പർ ഇപ്പൊ ഞാനൊരു 15 ദിവസം മുന്നേ എടുത്താണ്. എടുത്തു. 2030 12 മാസം വരെ 11 മാസം വരെ പേപ്പർ ഉണ്ട്. എല്ലാ പേപ്പറും ക്ലിയർ ഉള്ള സ്വിഫ്റ്റ് ഡിസയറിലെ ഒരു ഉപ്പനെ പണി ഇതിന് എടുക്കണോ കേട്ടോ. അതാ ചെയ്ത വണ്ടിയാണ്. ഓ ഏതാ സീറ്റിലെ സീറ്റ് കാര്യങ്ങള് ഇന്റീരിയർ കാര്യങ്ങള് എല്ലാം ഉഷാറല്ലേ? എല്ലാം ഉഷാറ് വണ്ടി. അലവിലെ കസ്റ്റ ചെയ്ത് എല്ലാം ഉഷാറാണല്ലേ? ഒരുപാട് ചെയ്ത വണ്ടിയാണ്. 2,400 രൂപ നമ്മൾ ചോദിക്കൊണ്ട് വണ്ടിക്ക് ചോദിക്കണ്ട്. നമുക്ക് കമ്മി കൊടുക്കും. 2,15 ലെവലൊക്കെ ലാസ്റ്റ് ഇപ്പൊ കൊടുക്കാം. നമുക്ക് കൊടുക്കാം. 2,25,000 5 കൊല്ലത്തെ പേപ്പർ പുതിയ ഇൻഷുറൻസിൽ നമ്മൾ കൊടുക്കൂട്ടോ. കൊടുക്കൂല. 2,15,000 രൂപ കൊടുക്കാം. ഇതുപോലത്തെ 3 വണ്ടി നമ്മൾക്ക് വേറെ ഉണ്ട്. ഇവിടെ പോലീസിൽ ഇട്ടൊക്കെയാണ്. 2010 ഒരു 2 ലക്ഷം രൂപ ഉള്ളിൽ കൊടുക്കുന്ന വണ്ടികളുണ്ട്. 3 വേറെ ഉണ്ട്. പോലീസ് വർക്കിൽ ഇട്ടൊക്കെയാണ്. അത് 2 ലക്ഷം രൂപ ഉള്ളിൽ വില ഉള്ളൂ. ആൾക്കാർ വിളിച്ചോട്ടെ. ഇത് കൂടാതെ അതേ മോഡൽ 3 വണ്ടി നമ്മൾക്ക് വേറെ ഉണ്ട്. അടിപൊളി വണ്ടികൾ കേട്ടോ. 2 ലക്ഷം കീപ്പിട്ട് കൊടുത്ത് 2,15 കൊടുക്കും. മലവിലൊക്കെ ഉള്ള വണ്ടി. അതേ മാർഗം തന്നെ ഒരു ഉണ്ടല്ലോ. ഇത് 2014 മോഡൽ 15 റേസറിലെ VDI 14-15 രജിസ്ട്രേഷനുള്ള VDI വണ്ടിയാണ്. ഇന്റീരിയർ ഞാൻ പറഞ്ഞ ആവശ്യം നോക്കിക്കോളെ. നമ്മളൊരു വണ്ടിക്ക് ഇന്റീരിയറിൽ ഒരു മോശം ഉണ്ടാവും. വണ്ടിന്റെ മോശം ഉണ്ടാവില്ല. പക്ഷെ എന്നാലും ഇന്റീരിയറൊക്കെ നമ്മൾ എന്തെങ്കിലും സീറ്റും എന്തെങ്കിലും ഒരു പൊട്ടുണ്ടെങ്കിൽ നമ്മൾ മാറ്റും. കസ്റ്റമർക്ക് കൊടുക്കുള്ളൂ. അല്ലാതെ കസ്റ്റമർ വന്നിട്ട് പിന്നെ സീറ്റ് മാറ്റി കൊടുക്കുന്ന ആ പരിപാടിയൊന്നും ഇല്ല. വർക്ക് ചെയ്തിട്ട് വൃത്തിയാക്കിട്ട് കൊടുത്തു നിർത്തും. അല്ലാതെ ആൾക്കാർ വന്നിട്ട് നമ്മൾ സീറ്റ് മാറ്റി തരാം, പോളിഷ് ചെയ്ത് തരാം, ആ വർത്താനൊന്നുമില്ല. അടിപൊളി സീറ്റുകൾ വണ്ടി ക്ലിയറിലാണ് കൊടുക്കും. വണ്ടി വന്ന് സ്റ്റാർട്ട് ആയിക്കോട്ടെ. വർക്ക്ഷോപ്പിൽ ആളെ കൊണ്ട് ചെക്ക് ചെയ്തോട്ടെ, ഷോറൂമിൽ കൊണ്ട് ചെക്ക് ചെയ്തോട്ടെ. അതിനൊന്നും നമുക്കൊരു കുഴപ്പമില്ല. 2014 മോഡല് 15 റേസറില് ഡിസയർ VDI അല്ല റെഡ്സ് VDI ആണ്. 14-15 രജിസ്ട്രേഷൻ കോഫി കളർ വണ്ടി. നീറ്റ് ക്ലീൻ വണ്ടി കേട്ടോ. എത്ര ഓടിക്കണത്? ഇത് 1:30 അടുത്ത് ഓടിയിട്ടുണ്ട്. സെക്കൻഡ് ഓണർഷിപ്പ് സെക്കൻഡ് തേർഡ്. നിലവിലുള്ള മൂന്നാമത്തെ ഓണർഷിപ്പാണ്. റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഇല്ല. നമുക്ക് ഓഫർ പ്രൈസിൽ കൊടുക്കാം. 3,15,000 രൂപ കൊടുക്കാം. 3,15,000 രൂപ 14 മോഡൽ 15 വയസ്സ് നമ്പറായ വണ്ടിയിലെ ഈ വിലക്ക് കിട്ടൂല. അതെ, ആ വിലക്ക് കൊടുക്കുക. വണ്ടി ഒന്ന് ചെക്ക് ചെയ്തോട്ടെ. ചെക്ക് ചെയ്തിട്ടോളെ. അത്രയും 3,15 നമുക്ക് കൊടുക്കാം. ഒരു 2,90 3 രൂപ വരെ ലോണും കയറ്റി കൊടുക്കാം. വെറും 15,000 മുടക്കില് റിസർവ് ഉണ്ടാകല്ലേ? അതാ ഗ്യാരണ്ടി. അതേമാതിരി മാരുതി 2007 മോഡൽ 8 റേസറിലെ വണ്ടി കേട്ടോ. 8 രജിസ്ട്രേഷൻ വണ്ടി. എറണാകുളമാണ്. സീറ്റ് വർക്ക് കാര്യങ്ങളൊക്കെ നല്ല ക്ലീൻ പീസ് വണ്ടി കേട്ടോ. AC വർക്കിംഗ് അല്ലേ? AC വർക്കിംഗ് തന്നെ. പക്ക വണ്ടി. സെൻട്രൽ ലോക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട്. എല്ലാം വണ്ടിയാണല്ലേ? വണ്ടിയാണ് കൊടുക്കാം. അടിപൊളി സീറ്റ് കാര്യങ്ങള്, ഇന്റീരിയർ കാര്യങ്ങള് എല്ലാം ഉഷാറാണല്ലേ? എല്ലാം ഉഷാറുണ്ട്. വന്നാ തെറ്റിപ്പോവില്ല. അതാണ് ഒറിജിനാലിറ്റിയിലെ വണ്ടി കിടക്കുന്നുണ്ട്. എത്ര വണ്ടി നമ്മൾ ചോദിക്കണ്ടേ? നമുക്ക് 70 രൂപ കൊടുക്കാം. 70,000 രൂപ കൊടുക്കാം. അതിൽ വരാണെങ്കിൽ കുറച്ചും കൊടുക്കാം. 2007 മോളില് 28 വരെ പേപ്പറിൽ വണ്ടി കൊടുക്കാം. ലോൺ കയറുമ്പോ ലോൺ റെഡി കായ്ക്ക് വണ്ടി ആൾക്കാർ വന്നാൽ എങ്ങനെ കൊണ്ടുപോകാനല്ലേ? വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യണം. ചെറിയ വീട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മളെ ചാനലിൽ കാണുന്ന മറക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. കടന്റെ ലൊക്കേഷൻ നമ്മുടെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലെ നമ്പറൊക്കെ സ്ക്രീനിലും ഉണ്ടാവും. ഫേസ്ബുക്കിലാണ് ഈ പേജ് പോലെ മറക്കണം. അടുത്തുള്ള അടിപൊളി വീഡിയോ കാണാം.